എർലിംഗ് ഹാളണ്ട് ഒരു മനുഷ്യനാണോ എന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ ദിവസമാണ്. അത് അച്ചട്ടായി എന്നല്ല വേറൊന്നും എനിക്ക് പറയാനില്ല. എർലിംഗ് ഹാളണ്ട് മനുഷ്യനല്ല, ഒരു മഹാമനുഷ്യനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഏറെ നേരം വെറുതെ ഇരിക്കുകയായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് രണ്ട് വെടിയുണ്ടകൾ, അത് ബ്രസീലിൻ്റെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ബ്രസീൽ ആരാധകരുടെ നെഞ്ചിലേക്ക് തുളച്ച് കയറി. അത്രേ അതിനെപ്പറ്റി ഇപ്പം ഈ സമയത്ത് പറയാൻ കഴിയുള്ളൂ. അതെ, ബ്രസീൽ ലോകകപ്പിൽ നിന്നും പുറത്താകുന്നത് അതൊരു ദേശീയ ദുരന്തം പോലെ ഒരു രാജ്യം മാത്രമല്ല, ബ്രസീൽ മാത്രമല്ല, ലോകത്തെ പല രാജ്യങ്ങളും, ഇന്ത്യയിലും കേരളത്തിൽ തന്നെ പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലും അതൊരു ദുരന്തം പോലെ തന്നെയാണ്. തീർച്ചയായും ഇപ്പോൾ കൊൽക്കത്തയിലും ധാക്കയിലും കേരളത്തിലെ വിവിധ കോണുകളിലൊക്കെ ഇപ്പം ഒരു വിഭാഗം ആരാധകർ കരച്ചിലിൻ്റെ വക്കിലായിരിക്കും. പലർ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവും, സങ്കടക്കടലിലായിരിക്കും അല്ലേ? അതെ അതെ, അതുമാത്രമല്ല വളരെ നിരാശാജനകമായൊരു പ്രകടനമായിപ്പോയി. അതും ദൗർഭാഗ്യം. ഒരു പെനൽറ്റി, ഉറപ്പായും ഗോളാകുമായിരുന്ന ഒരു പെനൽറ്റി നഷ്ടപ്പെടുത്തിയ ബ്രസീൽ പിന്നീട് അങ്ങോട്ട് കാണിച്ചതൊക്കെയും അബദ്ധങ്ങളായി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബ്രസീലിൻ്റെ ഒരു ദുരന്തമാണ്. സമാനമായൊരവസ്ഥയിൽ, അത് സെമി ഫൈനലായിരുന്നു, സ്വന്തം നാട്ടിലായിരുന്നു, മരാക്കനയിലായിരുന്നു. അവിടെ ജർമ്മനിയോട് ഈ നാട്ടുകാർ സെവനപ്പ് എന്ന് വിളിച്ച് കളിയാക്കുന്നൊരു മത്സരമുണ്ടല്ലോ. അപ്പോൾ അതിന് ദൃക്സാക്ഷിയായ സുനീഷിന് ഇപ്പോൾ എന്ത് തോന്നുന്നു ആ ഓർമ്മയെക്കുറിച്ച്? അത് എനിക്കൊരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. കാരണം ബ്രസീൽ 7-1 തോൽക്കുന്നത്. അവിടെയും ഒരു നെയ്മാറിൻ്റെ ഒരു പരിക്കും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കൊളംബിയക്കെതിരായ മത്സരത്തിൽ യുവാൻ സുനിക നെയ്മാറിനെ ഫൗൾ ചെയ്തു. നെയ്മാറിന് നടുവിന് പരിക്കേറ്റു. അങ്ങനെ നെയ്മാർ ഇല്ലാതെ ഇറങ്ങിയ ബ്രസീൽ. അന്ന് ജർമ്മനി ഒരു പക്ഷേ ബ്രസീലിനോട് അല്പം കരുണ കാണിച്ചില്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു തോൽവി അവിടെ സംഭവിച്ചേനെ. പക്ഷേ ആ തോൽവിയേക്കാൾ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് അതിനുശേഷം ബ്രസീലിലുണ്ടായ മാറ്റമാണ്. ബ്രസീൽ ആതിഥ്യം വഹിക്കുന്ന ലോകകപ്പ്, അവിടെ കളി നടന്നത് ബെലോ ഹൊറിസോണ്ടിയിലായിരുന്നു. രണ്ടാമത്തെ സെമി ഫൈനൽ അർജൻറ്റീനയുടെ നടക്കുന്നത് സൗപോളോയിലാണ്. ഫൈനൽ വരാൻ പോകുന്ന റിയോ ഡി ജനീറോയിൽ. ഈ 3 നഗരങ്ങളിലും ഒന്നിനു പുറകെ ഒന്നായി ഞാൻ എത്തുകയുണ്ടായി. അവിടെയൊക്കെ കണ്ട കാഴ്ച വളരെ സങ്കടകരമായിരുന്നു. കാരണം ആ നാട്ടുകാർ എത്രമാത്രം സങ്കടപ്പെടുന്നു എന്നുള്ളത്. കാരണം ലോകകപ്പിൻ്റെ എല്ലാ നിറങ്ങളും അവർ അഴിച്ചു മാറ്റി. ഇന്നിപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും. നമ്മളിപ്പോൾ തന്നെ ഈ ടി വിയിൽ കണ്ടു, ഗാലറിയിൽ കരയുന്ന ഒത്തിരി കുട്ടികളുടെ അടക്കം മുഖം കണ്ടു. ഇതിനപ്പുറമായിരിക്കും ആ സ്റ്റേഡിയത്തിന് പുറത്ത് അവിടുത്തെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ഫാൻ പാർക്കുകൾ സംഭവിച്ചിട്ടുണ്ടാകുക. അതിലുപരി സൗപോളയിലെയും റിയോ ഡി ജനീറോയിലെയും ഈ കോപ്പക്കബാനയിലും ഒക്കെ ഫാൻ പാർക്കുകളിലൊക്കെ സംഭവിക്കുക. ഇത് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ഒരു വലിയ ഒരു സങ്കട കാഴ്ചയായിരിക്കും എന്നതിലൊരു തർക്കമില്ല. എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് തോന്നിയത്, എന്തൊക്കെ പിഴവുകൾ ഒരുമിച്ച് സംഭവിക്കാമോ അതെല്ലാം ബ്രസീലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. പെനാൽറ്റി നഷ്ടം, ഒത്തിണക്കമില്ലായ്മ, താരങ്ങളുടെ ഫോം നഷ്ടപ്പെടൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ദൗർഭാഗ്യം. ഒട്ടനവധി ഷോട്ടുകൾ ബ്രസീൽ ട്രൈ ചെയ്തെങ്കിലും ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല. നോർവേയുടെ ഗോൾ കീപ്പർ ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചു. ഇതെല്ലാം കൂടി വന്നപ്പോൾ അവരുടെ ദിവസമല്ലായിരുന്നു. ഒരുപക്ഷെ വിധി അവർക്കെതിരെയായിരുന്നു ഈ ദിവസത്തിൽ. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ഹാളണ്ടിനെയും നോർവേയും കുറിച്ചാണ്. അതെ, ബ്രസീൽ ഒരിക്കലും ഇങ്ങനെ തോൽക്കേണ്ട ഒരു ടീമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ തോൽവി അവർ അർഹിച്ചിരുന്നില്ല എന്നത് ഞാനും ഷമീർ പറഞ്ഞുകൊണ്ട് യോജിക്കുന്നു. പക്ഷേ അപ്പോൾ തന്നെ നോർവേയുടെ പ്രകടനത്തെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അത് ടീമുകളുടെ കരുത്തിനനുസരിച്ച് സ്വഭാവം മാറുന്ന ഒരു ടീമായി മാറിയിരിക്കുകയാണ് നോർവേ. നമ്മൾ ഈ ലോകകപ്പിലെ കഴിഞ്ഞ കളികളിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നോർവേ ഈ തരത്തിൽ കളിക്കുമെന്ന്. ഫ്രാൻസിനോട് പോലും അവർ പരാജയപ്പെട്ട ആ മത്സരം, അതിൽ അവരുടെ പ്രമുഖ താരങ്ങൾക്ക് വിശ്രമം നൽകിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എങ്കിൽ പോലും ആ കളി വളരെ ഒരു സാധാരണ കളിയായിരുന്നു. പക്ഷേ ബ്രസീലിനെതിരായ കളി തുടങ്ങിയ ആദ്യ മിനിറ്റിൽ വീണ ഗോൾ ശ്രദ്ധിച്ചില്ല. അത് ഓഫ് സൈഡ് ആയെങ്കിൽ പോലും അവരുടെ 5 പേരാണ് ഒരേ സമയം ബ്രസീലിൻ്റെ അവിടേക്ക് അറ്റാക്ക് ചെയ്തത്. അതേ അറ്റാക്ക് അവർ അവസാന മിനിറ്റ് വരെ, ഇഞ്ചുറി ടൈമിൽ 10 മിനിറ്റോളം നീണ്ട ഇഞ്ചുറി ടൈമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് വരെ അവർ കൊണ്ടുപോയി. ഈ ആക്രമണമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന് നമ്മൾ എപ്പോഴും പറയുമല്ലോ. നോർവേയുടെ കാര്യത്തിൽ ബ്രസീലിനെ പോലെ ഒരു അറ്റാക്കിംഗ് ഫോഴ്സിനെ അവർ പിടിച്ചു നിർത്തിയത് അതിനേക്കാൾ വലിയൊരു ആക്രമണം നടത്തിയിട്ടാണ്. അവിടെ പ്രത്യേകിച്ചും ഷമീർ പറഞ്ഞ പോലെ ഹാളണ്ട് ആകെപ്പാടെ പന്തിൽ ടച്ച് ചെയ്തത് ഇതിൻ്റെ ഒരു സ്റ്റാറ്റൊക്കെ വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കത് നോക്കാമായിരുന്നു. പന്തിൽ വളരെ കുറച്ച് തവണ മാത്രമേ ഹാളണ്ട് ടച്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിൽ പ്രത്യേകിച്ചും രണ്ടാമത്തെ ഗോളൊക്കെ ഒരു തമാശയാണല്ലേ. ബോക്സിന് പുറത്തുനിന്ന് പന്ത് കളക്ട് ചെയ്യുന്നു, ഒന്ന് നോക്കുന്നു, ഒരൊറ്റ ഷോട്ട്, ബുള്ളറ്റ്. പക്ഷേ ഈ ഒരു കാര്യം വ്യക്തമാണ്, ഇനിയുള്ള കാലം ഈ ഹാളണ്ടിൻ്റേതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. ഇപ്പം ഈ ലോകകപ്പിലെ ടോപ്പ് സ്കോററുടെ പട്ടികയിൽ മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പം എത്തിയിരിക്കുകയാണ്. 7 ഗോളുകളുണ്ട്. ഈ 7 ഗോളും എണ്ണം പറഞ്ഞതായിരുന്നു. ഹാളണ്ട് എന്ന് പറയുന്ന ഒരു മഹാതാരത്തിൻ്റെ
ഇനിയുള്ള കാഴ്ചകൾ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതെ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് ജർമ്മൻ ബുണ്ടസ് ലീഗിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ താരമായിരുന്നപ്പോഴും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമായിരിക്കുമ്പോഴും ഒക്കെ എർലിംഗ് ഹാളണ്ട് ഒരു ടോപ്പ് സ്കോററും ഗോൾ മെഷീനുമാണ്. അദ്ദേഹത്തിൻ്റെ കളി അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളുകൾ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ലോക താരം എന്ന നിലയിലേക്ക് ഹാളണ്ട് ഉദിച്ചുയർന്ന മത്സരമായിരുന്നു ഇത്, അതിൽ ഒരു സംശയമില്ല. തീർച്ചയായും ഇനിയുള്ള ബാക്കി മത്സരങ്ങളിൽ ഹാളണ്ടിനെ എതിരാളികൾ ഭയപ്പെട്ടേ മതിയാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വളരെ തീർച്ചയായിട്ടും അപകടകാരിയായ ഒരു സ്ട്രൈക്കർ. 2 പ്ലെയേഴ്സ് എല്ലാ സമയത്തും ഹാളണ്ടിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ബ്രസീലിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി. അത്രയും കൃത്യമായ മാർക്കിംഗ് അവർ നടപ്പാക്കിയിരുന്നു. നമുക്കറിയാലോ, റയാനായിരുന്നു ഒന്ന് ഹാളണ്ടിനെ മാർക്ക് ചെയ്തിരുന്നത്. ആ കോർണർ വരുന്ന സമയത്ത് ആ റയാനിന് പോലും സാധിച്ചില്ല ഹാളണ്ടിൻ്റെ ആ ഒരു ഹെഡർ തടയാൻ. നമ്മൾ കണ്ടു കാണും ആ വീഡിയോയിൽ, അത് വളരെ കൃത്യമായി നമ്മൾ കാണുന്നുണ്ട് വീണ്ടും വീണ്ടും റീപ്ലേകളിൽ. ഹാളണ്ടിനെ തടയാൻ 2 പേരൊന്നും പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. ബ്രസീലൊന്നും പോരാ എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹാളണ്ടിനെ പിടിച്ചു കെട്ടാൻ ഇനി ആർക്ക് കഴിയുമെന്ന് കാത്തിരുന്ന് കാണണം. അതെ, അടുത്ത കളി വരാൻ പോകുന്നത് ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സര വിജയികളുമായിട്ടാണല്ലോ. ഇത് നോർവേ ഇത്രയും നമ്മുടെ ഒരു കാലത്തെ ഇതിൻ്റെ ഒരു ഫിക്സറൊക്കെ പരിഗണിക്കുമ്പോൾ നോർവേ ഒരിക്കലും ഈ ഒരു ഫേവറിറ്റുകളുടെ ലിസ്റ്റിലേക്ക് അങ്ങനെ മുന്നിലേക്ക് വന്നിരുന്നില്ല. ഈ ഒരു അട്ടിമറി വിജയത്തോടെ നോർവേ മുന്നിലേക്ക് വന്നു എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ ഈ ലോകകപ്പിനെ പിടിച്ചു കുലുക്കിയ ഒരു മത്സരമായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ അർജന്റീന കാബോ വെർദെ മത്സരത്തിന് ശേഷം ആളുകൾ ഇത്രയും കാത്തിരുന്ന മറ്റൊരു മത്സരം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ മത്സരം കഴിയുന്ന സമയത്ത് തന്നെ ഒട്ടേറെ കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു, ഫീഡ്ബാക്കുകൾ വരുന്നുണ്ടായിരുന്നു. ഈ സമയത്തൊരു തമാശ ചേരില്ല എങ്കിൽ പോലും ഇപ്പോൾ പറയാൻ പറ്റുന്നതാണോ എന്ന് അറിയില്ല. കാരണം ഈ കഴിഞ്ഞ ലോകകപ്പുകളിലൊക്കെ ബ്രസീലിന് സംഭവിച്ച ഈ ഒരു തകർച്ച ഇത് ഒരു പഠന വിഷയമാക്കേണ്ട സംഗതിയാണ്. കാരണം ബ്രസീലിലെ ലീഗുകളും ഒക്കെ തകർന്നു കഴിഞ്ഞു. ബ്രസീലിലെ കുറച്ച് നല്ല കളിക്കാരെ വിദേശ ലീഗുകളിലേക്ക് ഇപ്പോൾ സ്കൗട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും ബ്രസീലിലെ ഒരു ഫുട്ബോളിൻ്റെ ഒരു പാരമ്പര്യത്തിന് വന്ന ഒരു മങ്ങൽ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും അവരുടെ അടിത്തറ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു പ്രകടനമാണ്. താരങ്ങൾ വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ട് ഒരു പക്ഷേ നമുക്ക് ഈ ലോകകപ്പിലെ ബ്രസീലിൻ്റെ പഠനത്തെ വിലയിരുത്തിയേ മതിയാവൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതെ, പിന്നീട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, നെയ്മാർ അദ്ദേഹത്തിൻ്റെ ഏറെ പ്രതീക്ഷയോടെ ലോകകപ്പ് കളിക്കാൻ വന്നു. നെയ്മാറിൻ്റെ അവസാന മത്സരമായിരിക്കാം ഇത്. അദ്ദേഹം അവസാനം ഒരു പെനൽറ്റി ഗോൾ, വളരെ മനോഹരമായി പെനൽറ്റി സ്കോർ ചെയ്തു എങ്കിലും നെയ്മാറിന് ഇനിയൊരു മത്സരം നമുക്ക് നെയ്മാറിനെ കാണാൻ പറ്റില്ല. ഈ മെസ്സി ക്രിസ്ത്യാനോ യുഗത്തിലെ മൂന്നാമനായി ദീർഘകാലം ഈ ഫുട്ബോളിൻ്റെ സിംഹാസനത്തിലിരുന്ന ഒരാളാണ് നെയ്മാർ. നെയ്മാറിൻ്റെയും അവസാന ലോകകപ്പാണ്. ഈ ബ്രസീൽ മടങ്ങുന്നതിനൊപ്പം നെയ്മാറും മടങ്ങുകയാണ് എന്ന് നമ്മൾക്ക് ദുഃഖത്തോടെ ഓർത്തേ പറ്റിയാവും. തീർച്ചയായും നെയ്മാർ ഈ ലോകകപ്പിൻ്റെ വലിയൊരു നഷ്ടമാണ്. അതേപോലെ ബ്രസീലിൻ്റെ വരുന്ന ആളുകളിൽ ബ്രസീലിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? അതെ, വലിയ അട്ടിമറികൾക്കും ഇതുപോലത്തെ വലിയ വിജയങ്ങൾക്കുമായി നമുക്ക് ഇനിയും കാത്തിരിക്കാം.